എൻ്റെ പിതാവ് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്, ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാനാണെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ കാലഘട്ടം. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ചവിട്ടും തൊഴിയും അടിയും ഒക്കെ ഈ അരോഗദൃഢഗാത്രരായിട്ടുള്ള ആളുകളുടെ പക്കൽ നിന്ന് ഞങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഒടുവിൽ ഈ ആദ്യം വന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെയും പേരെനിക്ക് അറിയാം. ഈ വന്ന മനുഷ്യൻ പന്തം തീ കൊളുത്തിയിട്ട് അദ്ദേഹം സഭാഹോൾ, അത് ഓട് പട്ടിക അടിച്ചിട്ട് ഓല കൊണ്ട് മേഞ്ഞ ഒരു ഹോളായിരുന്നു. ഇഷ്ടികയാണ് അതിൻ്റെ പണിക്ക് ഉപയോഗിച്ച്, പൂശിയിരുന്നില്ല, പുറത്ത് സിമെൻ്റ് പൂശിയിരുന്നില്ല. അതിലേക്ക് വലിച്ചെറിഞ്ഞു, തീ ആളിപ്പടർന്നു. ഭാഗ്യവശാൽ ഞങ്ങളുടെ ബാഗും മറ്റും പെട്ടെന്ന് സഹോദരങ്ങൾ പുറത്തേക്ക് മാറ്റി. ചുരുക്കി പറയട്ടെ, ഈ ഹോളിങ്ങനെ തീ കൊണ്ട് ആളി കത്തുമ്പോൾ ഈ മനുഷ്യനെ നാട്ടുകാർ കുറേ പേര് വന്ന് പിടിച്ചു കെട്ടി. ആ പിടിച്ചു കെട്ടിയ സമയത്ത് നടന്ന കാര്യം കേൾക്കണോ? ഈ ഇഷ്ടികയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ നേരെ പണം വിടർത്തി കൊത്താനായി ശ്രമിക്കുകയാണ്. അതിൽ സുവിശേഷ സ്നേഹിയായ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് ആ പാമ്പിനെ തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു. അവിടെ കണ്ടു നിന്നവർ പറഞ്ഞു, ദൈവത്തോടാണ് കളി, അവൻ അനുഭവിക്കണം, അതിനെ കൊല്ലരുത് എന്നാണ് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞത്. പക്ഷേ സുവിശേഷത്തിന് അത് കഴിയുകയില്ല. ഞാൻ ഇന്നും ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. സംഭവിച്ചത് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? ഇതിന് നേതൃത്വം കൊടുത്തത് ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു കുറ്റവാളി, വിവിധ കേസുകളിലെ പ്രതിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. വേറെ 2 പേര് കൂടെ അതിനോട് ഒപ്പം ചേരുകയുണ്ടായി. ഞാൻ ചുരുക്കിക്കൂട്ടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഒരു വലിയ കോളിളക്കം തന്നെ കേരള സംസ്ഥാനത്ത് ഉളവാക്കുകയുണ്ടായി. അന്ന് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബ്രദർ ആൻഡ് വോയിസ്, ഞങ്ങൾ ബ്രദറുകാരല്ല, ബ്രദർ ആൻഡ് വോയിസിൽ ആദരണീയനായ കുഞ്ഞുമോൻ ചാക്കോ അവറുകളാണ് അതിൻ്റെ ഫോട്ടോ സഹിതം മുഖപേജിൽ തന്നെ വിപുലമായ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. വർത്തമാന പത്രങ്ങളിൽ ഇത് സ്ഥാനം പിടിച്ചു. സമൂഹത്തിലൊരു വലിയ ചർച്ചാ വിഷയമായി.